അപ്സമാകുമ്പത്തേക്ക് ഇടാൻ വേണ്ടിട്ട് പൂക്കളൊക്കെ അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ എവിടുന്നാ പൂക്കൾ? നിങ്ങളുടെ വീട്ടിലല്ലേ നിറച്ചും പൂക്കളുള്ളത്? അയ്യോ, ഞാനൊന്ന് വരുമ്പോ എന്തോരം പൂക്കളെ വീട്ടുമുറ്റത്ത്. എന്റെ എടി, എനിക്ക് അവിടെ ഒരു പൂവും ഇല്ല, പുഷ്പവും ഇല്ല, ഒന്നും ഇല്ലടി. അല്ലെങ്കിൽ ഈ സമയമാകത്തേക്കും കുറച്ച് ജമന്തി പൂവെങ്കിലും വിരിയുന്നതാ. ഇപ്രാവശ്യം അതും വിരിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇവിടെ എങ്ങാനും പറയണം ഇച്ചിരി പൂവ് ഇടണമെങ്കിൽ, പൂവെങ്ങാനും പറിക്കണമെങ്കിൽ നിന്റെ അടുത്തെങ്ങാനുമേ. ഒരു പൂവില്ല, പറമ്പിൽ കാണുന്ന കമ്മൽപ്പൂവില്ല, അതുപോലും ഇല്ല ഇപ്പൊ. ഓ, അങ്ങനെ നശിച്ചു പോയല്ലേ? എന്നാ അത്താകുമ്പത്തേക്ക് ഇങ്ങോട്ട് പോരെ, ഇവിടെ വന്നിട്ട് കുറച്ച് നമുക്ക് ഉള്ള പോലെയൊക്കെ രണ്ട് വീട്ടുകാർക്കും ഒക്കെ ഇടാം. ചോറൊക്കെ ആയോ രാവിലെ? ചോറായി. കറി മീൻ മേടിച്ചായിരിക്കും അല്ലേ കറിക്ക്? ഓ, മീനൊന്നും മേടിച്ചില്ല. മീനിനൊക്കെ എന്നാ ഒരു വില. ആരെ കൊണ്ട് പറ്റും ഈ മീനൊക്കെ മേടിച്ച് പെറുക്കി ഉണ്ടാക്കാൻ വേണ്ടിട്ട്? നമ്മളെ പോലെ ഉള്ളവർക്കും എല്ലാം പറ്റുവോ? ഞാൻ പിന്നെ പറമ്പിൽ കൂടെ നടന്ന് ഇച്ചിരി ഇഞ്ചി മാങ്ങയൊക്കെ പറിച്ച് ചമ്മന്തി അരച്ച് വെച്ചു. എന്തെങ്കിലും ചോറിന് കൂട്ടണ്ടേ? എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതുകൊണ്ട് ഒന്നും ഇല്ലെന്നേ, കറി വെക്കാനൊന്നും ഒന്നുമില്ല. ഇപ്പൊ എന്ത് പൈസയൊക്കെ വേണ്ടേ ഈ മീനൊക്കെ മേടിക്കണമെങ്കില്? നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഞങ്ങളെ പോലുള്ളവർ എന്നാ പറയണം? ചേട്ടൻ വലിയ കോൺട്രാക്ടർ വന്നിട്ട് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഓണക്കോടിയൊക്കെ എടുത്തോ ഓണമായിട്ട്? ഓണക്കോടിയോ? എന്റെ ദൈവമേ, വല്ല തുണിക്കടയിലോട്ടൊക്കെ കേറാവോ? എന്നാ ഒരു വിലയാ തുണിക്കൊക്കെ. ആരെ കൊണ്ട് പറ്റും മേടിക്കാൻ വേണ്ടിട്ട്? ഇപ്പൊ ചേട്ടൻ ഇപ്പൊ കോൺട്രാക്ടർ ആന്ന് പറഞ്ഞാലും ഇപ്പൊ പണിയൊക്കെ കുറവാന്നേ. പിന്നെ അത് മാത്രമല്ല, ഈ പൈസയും കൊടുക്കുകയല്ല. പൈസയും പണി ഏൽപ്പിക്കുന്നവര് പൈസയും കുടിക്കുകയില്ല. അങ്ങനെയൊക്കെ ഇതാ. കണ്ടില്ലേ, ഈ നരച്ച നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടാ ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഞാൻ പിന്നെ പരമാവധി എന്റെ കാര്യത്തിനൊന്നും തുണിയൊന്നും മേടിക്കുകയല്ലടി. അങ്ങനെയൊക്കെ അങ്ങ് പോവുക. പിന്നെ കുറിയായിട്ടും ചിട്ടിയായിട്ടും എന്തോരം പൈസയാ കുറിക്കും ചിട്ടിക്കും ഒക്കെ ആയിട്ട് ഒരു മാസം വേണ്ടതെന്നറിയാമോ? ആ അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്ത്, അങ്ങനെയൊക്കെ റോൾ ചെയ്തൊക്കെ പോകുന്നു. അയ്യോ, ഞാനും വിചാരിച്ചു ഈ നൈറ്റിയൊക്കെ ഇത്രയും നരച്ച നൈറ്റിയൊക്കെ ഇടുന്ന കണ്ടപ്പോ നമ്മളൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശുണ്ടെന്നൊക്കെ അല്ലേ, പുറമേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോഴേ. നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആരോട് പറയാൻ വേണ്ടിട്ടാ? അതെ, പുറമേന്ന് ആൾക്കാർ നോക്കുമ്പോ എന്നതാ വലിയ കോൺട്രാക്ടർ ആണ്, ഇഷ്ടം പോലെ കാശും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഒരു വിഷമം നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ? ഞാനേ പോവാണ്. നമ്മുടെ ആ രമണി ചേച്ചിയുടെ അവിടെ പോയിട്ട് ഇച്ചിരി മുട്ട കിട്ടുവാണെങ്കിലേ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാലോ. ഇച്ചിരി മുട്ട എന്തേലും കിട്ടുവാണെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ. കാശ് പിന്നെ കൊടുക്കാന്ന് പറയാം. രമണി ആയതുകൊണ്ട് പറഞ്ഞാൽ നിൽക്കുമല്ലോ. എന്റെ ദൈവമേ, പിള്ളേർക്ക് ഇപ്പൊ എന്നേലും ഒക്കെ കൊടുക്കാണ്ട് എങ്ങനെയല്ലേ? ഷോ, കേട്ടിട്ട് തന്നെ എനിക്കങ്ങ് വിഷമാവും. എനിക്ക് പേടിയാവും ഈ ചിട്ടി കൂറി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ. എന്നാ ഞാൻ ഇച്ചിരി ചിക്കൻ കറി തരാം. ഇവിടെ ചിക്കൻ കറിയാ വെച്ചത് രാവിലെ. വേണ്ട, നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, വേണ്ടടി. അതൊന്നും കുഴപ്പമില്ല. ഇച്ചിരി കറി തരാം, പിള്ളേർക്ക് കൊണ്ട് കൊടുക്ക്. പിള്ളേർ വരുമ്പോഴത്തേക്കും. എന്റെ ദൈവമേ, പാവം പിള്ളേര്. ആണോ? എന്നാ ഇച്ചിരി തന്നേക്ക്. ഞാൻ ഇച്ചിരി എടുത്തോണ്ട് വരാം. പോകരുത്, അവിടെ നിൽക്കി. എന്തിനാ ഉഷ ചേച്ചി നിങ്ങൾ ഈ തുണിയെല്ലാം ഇങ്ങനെ പുറത്ത് വിരിച്ചിടുന്നത്? ഇപ്പൊ മഴ പെയ്യൂലേ? ഈ വെയിൽ കണ്ടിട്ടാ? ഈ വെയിലൊന്ന് ഇളിച്ചു കാണിച്ചിട്ട് ഇപ്പഴേ പുറകെ മഴയും വരും. അതൊക്കെ നേരാടി. ഞാൻ പിന്നെ ഒരു ചെറിയ വെയിൽ കാണുമ്പോ തുണി അങ്ങ് എടുത്തിട്ടേക്കും. ഉണങ്ങി കിട്ടണ്ടേ? ഈ ഉണങ്ങാതെ തുണി മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണമാന്നേ. ഇതെന്താ കയ്യില്? ഇത് കുറച്ച് പായസം. കൊച്ചിന്റെ പിറന്നാളാ. ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടില്ല? ഞാൻ ഫോണൊന്നും നോക്കിയില്ല. എവിടെയാ സമയം, രാവിലെ പണിയല്ലേ? അതൊക്കെ നോക്കണ്ടേ? വലിയ ആഘോഷമായിരുന്നു. വലിയ ആഘോഷമായിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ല, നമ്മള് നാലുപേരും കൂടിയുള്ള ചെറിയ ആഘോഷം വലിയ ആഘോഷം. എന്റെ ഉച്ചച്ചേച്ചി ചേട്ടൻ ഒരു ഉടുപ്പ് മേടിച്ചുകൊണ്ട് വന്നു കൊച്ചിന്. എന്റെ ദൈവമേ, 2000 രൂപയുടെ ഉടുപ്പ്. വല്ല കാര്യമുണ്ടോ? ആണോ? ആ കടയിൽ ഏറ്റവും വില കൂടി ഉടുപ്പാ പോലും 2000 രൂപ ഇങ്ങനെ പറന്നു നിൽക്കുന്നേ. ഞാൻ പറഞ്ഞു എന്തിനാ പൈസ കളയുന്നത്? ആ പൈസ ഉണ്ടെങ്കിൽ 3 ഉടുപ്പ് വേറെ മേടിക്കായിരുന്നു. അല്ല, മറ്റേ സുമിത്രേച്ചി എന്താ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ടേ? സുമിത്ര ഇതിലേ കൂടെ വന്നായിരുന്നു രാവിലെ. അതിന്റെ ഓരോരോ വിഷമങ്ങൾ പറയുവാന്നെ. നമ്മൾ നോക്കുമ്പോ അവർക്ക് എന്നതാ കുറവ്? വലിയ വീടുണ്ട്, കെട്ടിയാൻ വലിയ കോൺട്രാക്ടറാണ്. പക്ഷെ അവരുടെ ഓരോരോ വിഷമങ്ങൾ അവർക്കല്ലേ അറിയത്തുള്ളൂ. ഒന്നുമില്ല, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കറിക്ക് പോലും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ച ചിക്കൻ കറിയുടെ പകുതി എടുത്ത് കൊടുത്തു എന്നേ. എനിക്ക് സങ്കടം വന്നിട്ട്. അതാ കയ്യിലൊരു പാത്രം കണ്ടേ. നിങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ല. അയാൾ എത്രയാ പൈസ ഉണ്ടാക്കുന്നത്? ഇത് ഇപ്പൊ ഒരു കാറിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓടിയ പോലും. നിങ്ങളല്ലാണ്ട് അവര് പറയുന്നത് ഈ നക്കിത്തരം കേൾക്കുവോ? അവർക്ക് അങ്ങനെയേ പറയാൻ അറിയത്തുള്ളൂ. ഇല്ലേ, ഇല്ലേ, ഇല്ലേ. അവരുണ്ട് ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റൂല. പൈസയിൽ എന്താ കാണിക്കുന്നതെന്ന് വന്നിട്ട് അവിടെ കയറിയത് ഇവിടെ കയറിയത് നരച്ചത് പുളിച്ചതിൽ ഇട്ടോണ്ട് കിടക്കും. കാറൊക്കെ ബുക്ക് ചെയ്തല്ലേ? ഓ, അവളുടെ പഞ്ഞം പറച്ചില്ല ഞാനങ്ങ് വീണു പോയിടി. അയ്യോ, എന്റെ ചേട്ടനൊന്നും അങ്ങനെ സമ്മതിക്കേയില്ല. ഉള്ളതിൽ ഏറ്റവും നല്ലത് കുറച്ച് കളർ പോയിട്ടുണ്ടെങ്കിൽ അപ്പാടെ എന്നോട് പറയാം അത് ഉപയോഗിക്കേണ്ട, എടുത്ത് മാറ്റിക്കോന്ന് പറയും.
അത് പിള്ളേരുടെ കാര്യത്തിലായാലും അത് എന്റെ കാര്യത്തിലും ആയാലും അങ്ങനെ തന്നെയാ. കുറച്ച് മുഷിഞ്ഞതോ അത് കളർ പോയതോ ആണെങ്കിൽ അതിനോട് ഇടണ്ടാന്ന് പറയും. നല്ല തുണി ഇട്ടിട്ട് നല്ല ഡീസന്റ് ആയിട്ട് നടത്തും. ഈ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാ. എന്റെ അടുത്തും വരും എപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുന്നത്. ഈ നിങ്ങൾ എന്തിനാ കൊടുക്കാൻ പോയി, നിങ്ങൾ ഇത്ര പൈസ കൊടുത്ത് മേടിച്ച് വെച്ച് കറിയാക്കിയതാ, അത് അപ്പാട് അവര് പറയുന്നതായിട്ട് കൊടുത്തു വിട്ട്. ശ്ശോ, ഇനിയിപ്പം പൂക്കളൊന്നും ഇല്ല, അത്തം ഇടാൻ വേണ്ടി പൂ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂവൊന്നും പറിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അവരുടെ വീട്ടില് പൂവില്ലാഞ്ഞിട്ടാ. അവരുടെ വീടിന്റെ ആ സൈഡിൽ എത്രയാ പൂന്നറിയാം, ഇഷ്ടം പോലെ. സ്വന്തം വീട്ടിലെ പൂ പറിക്കാൻ പറ്റില്ല എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് പൂ പറിക്കാൻ വേണ്ടി അത്താവുമ്പോ ഇങ്ങോട്ട് വരും, നോക്കിക്കോ കൊട്ടയെടുത്ത് പൂ പറിക്കാൻ. ഭയങ്കര പെണ്ണുങ്ങളല്ലേ. ഞാനും വിചാരിച്ചു അവരുടെ വീടിന്റെ മുറ്റത്ത് കുറേ പൂക്കളുണ്ടല്ലോ, ഈ പൂക്കളെല്ലാം കൂടെ അങ്ങോട്ട് പോയെന്ന്. ഇങ്ങോട്ട് വരട്ടെ പൂവും ചോദിച്ചു. ഇത് ചേട്ടൻ അങ്ങനെ തന്നെയാണ്, വെറുതെ കാശ് കളയും. ഞാൻ എപ്പോഴും വഴക്ക് പറയും. ഇതിപ്പം രാത്രിക്ക് സിനിമ കാണാൻ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇനിയിപ്പോ ഓണമല്ലേ വരുന്നത്, എല്ലാവർക്കും ഇനി അതിന്റെ ഡ്രസ്സ് എടുക്കലായി, എല്ലാം കൂടി ചെലവല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേക്കണ്ടേ. ഇനിയിപ്പോ അത് ഏറ്റവും നല്ല കടയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കുള്ളൂ. ചെറിയ ചെറിയ കടയിലൊന്നും പോകുന്ന ചേട്ടന് ഇഷ്ടേ ഇല്ല. ഞാനിങ്ങനെ എന്നെ ഒറ്റയ്ക്ക് വിടുവേ ഇല്ല. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ വില കുറഞ്ഞ് എടുത്തോണ്ട് വരും എന്നും പറഞ്ഞിട്ട് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിരിക്കുവോ ഞായറാഴ്ച. എന്നാ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു മനുഷ്യൻ. എന്നാ ഞാൻ പോട്ടെ കേട്ടോ. ഈ പായസം അങ്ങ് എടുത്ത് വെച്ചോ. വൈകുന്നേരം ബിരിയാണിയാ, കൊണ്ട് തരാവേ. വൈകുന്നേരം ബിരിയാണി ഉണ്ടാക്കണം ചേട്ടൻ ഒരേ നിർബന്ധം. ഞാൻ പറഞ്ഞു പണിയാ, വേണ്ടെന്ന് പറഞ്ഞു. സമ്മതിക്കല, കൊച്ചിന്റെ പിറന്നാളല്ലേ. ഉം. ഉം. ഓട്ടോ ഡ്രൈവറാ കെട്ടിയവൻ. വരുന്നത് 4 കാലേലാ. കെട്ടി 2000 രൂപയുടെ ഉടുപ്പ് 5 വയസ്സുള്ള കൊച്ചിന്. അല്ല 200 രൂപയുടെ ഉടുപ്പും വല്ല വഴിസൈഡിൽ നിന്ന് മേടിച്ചോടെ കൊടുത്തതായിരിക്കും. ഹു, ദാരിദ്ര്യമാണേലും പോച്ചത്തിനും ഒരു കുറവുമില്ല അവക്ക്. ഒന്നാണെങ്കിലും രാവിലെ വന്നതാണെങ്കിലും കോടീശ്വരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ഞം പറച്ചിലേ പഞ്ഞം പറച്ചില്. ഹും. ചിക്കൻ കറി കൊടുത്തപ്പോ പായസം കിട്ടി. പായസമെങ്കിൽ പായസം. എന്തൊക്കെ മനുഷ്യന്മാരെ കാണണം ഓരോ ദിവസം. ഹും. ഒന്ന് കോടീശ്വരി ആണേലും പഞ്ഞം പറഞ്ഞുകൊണ്ട് കിടക്കും. ഒന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യവും പറഞ്ഞുകൊണ്ട് കിടക്കും. എന്തൊക്കെ മനുഷ്യന്മാരെ കണ്ടാലോ ഓരോ ദിവസം, എന്റെ ദൈവമേ. പായസമെങ്കിൽ പായസം. ചിക്കൻ കറി കൊടുത്തപ്പോ പായസം കിട്ടി.